ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു രുചിയിലുള്ള ഒരു ചെറുപയറിൻ്റെ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പുട്ടിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. 250 ml കപ്പിലാണ് ഞാൻ ചെറുപയർ അളന്നെടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ചെറുപയർ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 12 ചുവന്നുള്ളിയും ചെറിയൊരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണം. ഒരു 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി ഞാൻ ഇടിയലിലിട്ട് ചതച്ചിട്ടാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചിട്ടാണ് ചേർക്കുന്നത്. പച്ചമുളക് നെടുകെ കീറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുക്കറിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് സ്പൈസസ് ആണ്. പട്ടയുടെ ചെറിയ 2 കഷ്ണം, 2 കരിയാമ്പൂ, ഒരു ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും ചുവന്നുള്ളിയും അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി തന്നെ ഇട്ട് ഈ കറി തയ്യാറാക്കിയാൽ കറിക്ക് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു രുചി കിട്ടും. ഇനി ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ സവാള ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെച്ചിട്ട് ഇത് വല്ലാതെ വഴന്ന് ബ്രൗൺ കളറാകൊന്നും വേണ്ട. എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്ത് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. ചെറിയൊരു തക്കാളി മാത്രം മതി, അധികം പുളി ഈ കറിക്ക് പാടില്ല. അതുകൊണ്ട് വളരെ ചെറിയൊരു തക്കാളി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മാത്രമല്ല ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പുട്ടെല്ലാം കുഴച്ച് ആവി വരുമ്പോഴേക്കും നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ഓഫാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഏറ്റവും വളരെ സേഫായിട്ടുള്ളത് ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി കളയുക. എന്നിട്ട് ആ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. കുതിർക്കാത്ത ചെറുപയറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 240 ml കപ്പിൽ 1/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറുപയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മളെടുത്ത ആ കപ്പിൽ ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ചെറുപയർ നന്നായിട്ടൊന്ന് കുതിർക്കാത്തതായതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ആ 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ മൂടി ഏകദേശം ഒരു 3-4 വിസിലിന്, ഇനി കുറച്ച് വേവുള്ള ചെറുപയറാണെങ്കിൽ ഒരു 5 വിസിൽ വരെ വേണ്ടി വരും. അതിൽ കൂടുതൽ വേണ്ടി വരില്ല. ഇനി ആ ചെറുപയർ വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ ലഭിക്കുന്നതായിരിക്കും. ഇനി അത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കുക്കറിലേക്ക് 4 വിസിൽ വന്നു. കുക്കറിലെ ചെറുപയർ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം പാകത്തിനായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആ ചെറുപയറൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ശക്തിയായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ ആ ചെറുപയറൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ചിട്ട് ഇത് ചെയ്താൽ മതി. ചെറുപയർ കറിയിലേക്ക് ആ തേങ്ങ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. വല്ലാതെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കാം.
ഞാൻ ആദ്യം ഇട്ട ഉപ്പ് വളരെ കറക്റ്റ് ആയതുകൊണ്ട് എനിക്ക് വീണ്ടും ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. കറി ഇവിടെ തയ്യാറായി. ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല കേട്ടോ. 1 ടീസ്പൂൺ എണ്ണയിലേക്ക് 2 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു താളിപ്പും കൂടി വരുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതായിരിക്കും. ചപ്പാത്തിക്കും പുട്ടിനും ഇടിയപ്പത്തിനും ചോറിൻ്റെ കൂടെയും നമുക്കിത് വളരെ രുചികരമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെറുപയർ കറി തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ ഈ റെസിപ്പി കൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.